അമേരിക്കയിൽ ആദ്യമായി വന്ന ബ്രൂസ്ലി എന്ന ചൈനക്കാരനോട് 4 ജിമ്മന്മാര് മുട്ടാനായി ചെന്നു. ബ്രൂസ്ലി മെലിഞ്ഞവനായതുകൊണ്ട് തന്നെ അവനെ റാഗ് ചെയ്ത് കളഞ്ഞേക്കാം എന്നാണ് അവന്മാരുടെ വിചാരം. എന്നാൽ അവർക്കറിയാത്ത കാര്യമാണ് അവൻ സാധാരണക്കാരനല്ല, കുങ്ഫുയിൽ അവൻ കൊമ്പനാണ് എന്ന്. ബ്രൂസ്ലിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതിയ അദ്ദേഹത്തിന്റെ ജീവിത കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് 1993 പുറത്തിറങ്ങിയ ഡ്രാഗൺ ദ ബ്രൂസ്ലി സ്റ്റോറി. ബ്രൂസ്ലിയുടെ ചെറുപ്പകാലം കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ബ്രൂസ്ലിയുടെ യഥാർത്ഥ പേര് ലീ ജുൻ ഫാൻ എന്നാണ്. ബ്രൂസ്ലിയുടെ അച്ഛന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം തന്റെ മകനെയാണ്. മകൻ വലിയ നിലയിൽ എത്തണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ബ്രൂസ്ലിയുടെ അച്ഛനാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ബ്രൂസ്ലിയെ കുങ്ഫു പഠിക്കാനായി യിപ് മാൻ എന്ന മാർഷൽ ആർട്ടിസ്റ്റിന്റെ അടുത്ത് ചേർത്തു. പിന്നീട് അദ്ദേഹമാണ് ബ്രൂസ്ലിയെ കുങ്ഫു പഠിപ്പിച്ചത്. ബ്രൂസ്ലി വളർന്നു വലുതാവും തോറും ബ്രൂസ്ലിയുടെ കുങ്ഫു സ്കിൽസും വളർന്നു. മാസ്റ്റർ ബ്രൂസ്ലിയെ ഫൈറ്റ് ചെയ്യാൻ മാത്രമല്ല പഠിപ്പിച്ചത്, പല ടെക്നിക്സും അദ്ദേഹം ലീയെ പഠിപ്പിച്ചിട്ടുണ്ട്. വർഷം 1961. നമ്മുടെ ലീയുടെ പ്രായം 21. ഇവിടെ ഹോങ്കോങ്ങിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. അവിടെ ദമ്പതികളൊക്കെ ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നതായി കാണാം. ആ സ്ഥലത്തേക്ക് 5 അമേരിക്കൻ നേവി ഓഫീസേഴ്സ് എത്തുകയാണ്. വംശീയ അധിക്ഷേപത്തിന്റെ കാലമാണ് അത്. അവിടെ എത്തിയ അമേരിക്കക്കാര് ഓരോ ചൈനീസ് യുവതികളെയും വൃത്തികെട്ട രീതിയിൽ കമന്റ് അടിക്കുകയാണ്. മദ്യപിച്ച ഒരുത്തന് തന്റെ കൊളീഗ്സിനോട് നിങ്ങൾ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ചൈനീസ് ദമ്പതികളുടെ അടുത്തേക്ക് ചെല്ലുകയും ആ സ്ത്രീയെ മോശമായി കയറി പിടിക്കുകയും ചെയ്തു. പുള്ളിക്കാരിയുടെ ഭർത്താവിനെ അദ്ദേഹം തള്ളി നിലത്തിട്ടു. ആ ചൈനക്കാരന് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ മാത്രം ശക്തിയൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പേടിച്ചു ഓടുകയാണ്. നിന്റെ കെട്ടിയോൻ പേടിച്ചോടി, നീ ഇനി എന്റെ കൂടെ വാ, ഞാൻ നിന്നെ സുഖിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ ആ സ്ത്രീയോട് വളരെ മോശമായിട്ട് തന്നെ പെരുമാറുകയാണ്. ഈ സമയത്താണ് നമ്മുടെ കഥാനായകന്റെ എൻട്രി, നമ്മുടെ സ്വന്തം ബ്രൂസ്ലി. ബ്രൂസ്ലി അവിടെ വന്ന് അവനോട് മര്യാദക്ക് അവളെ വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് അവൻ ലീയോട് ചോദിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ലീ അവന്മാരെ 5 പേരും ഇടിച്ച് പപ്പടമാക്കുന്നതാണ്. അവരെ വെറുതെ ഇടിക്കുക മാത്രമല്ല, അത്രയും ആൾക്കാരുടെ മുന്നിലിട്ട് നാണം കെടുത്തിയാണ് ലീ അവരോട് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് അവിടെ പോലീസ് എത്തുന്നതിന് മുൻപായിട്ട് ലീ സ്ഥലം കാലിയാക്കി. ആ സ്ത്രീ ബ്രൂസ്ലിയുടെ അടുത്ത് വന്ന് നന്ദിയും പറയുന്നുണ്ട്. ഇവിടെ അച്ഛൻ കാണാതെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ലീ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തെ കൂടി ചാടി ചാടി മുകളിലേക്ക് തന്നെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവൻ ഇതുവഴി തന്നെ കയറി വരുമെന്ന് അറിയുന്ന അച്ഛന് മകൻ അവിടെ വരാനായി കാത്തു നിൽക്കുകയായിരുന്നു. മകനെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ മകനെ തല്ലുകയാണ്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു, വഴക്കിനും തല്ലിനും പ്രശ്നത്തിലൊന്നും പോയി ചാടരുത് എന്ന്. നിന്നെ അന്വേഷിച്ച് പോലീസ് ഇവിടെ വന്നിരുന്നു. ഒരു വിധമാണ് ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. നീ തല്ലിയ അമേരിക്കൻ നേവി ഓഫീസേഴ്സ് ഒക്കെ ആശുപത്രിയിലെ ഗുരുതര അവസ്ഥയിലാണ്. അവരാമറ്റ് തട്ടിപ്പോയാല് പിന്നെ എല്ലാം തീർന്നു. ഇവിടെ അച്ഛന് വലിയ ഒരു തീരുമാനമെടുത്തു. അത് എന്നിട്ട് ലീയോട് പറയുകയാണ്, അതായത് നീ ഹോങ്കോങ് വിടണം, നീ ഇനി ഈ നാട്ടിലേക്ക് മടങ്ങി വരാൻ പാടില്ല. അച്ഛാ, ഞാൻ എവിടത്തേക്ക് പോകണമെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അച്ഛൻ മകനോട് പറയാണ്, നിനക്ക് അമേരിക്കൻ സിനിമകളും അമേരിക്കൻ കാറുകളൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് നീ അമേരിക്കയിലേക്ക് പോയിക്കോളൂ. അമേരിക്കയിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, അവൻ വഴി ഞാൻ നിനക്ക് അവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ബ്രൂസ്ലി എന്നാണ് പേര്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ബ്രൂസ്ലി എന്ന പേര് വന്നത് എന്ന്. അമേരിക്കയിൽ ചെന്നാല് ബ്രൂസ്ലിക്ക് അവിടുത്തെ സിറ്റിസൺ ആയിട്ട് തന്നെ ജീവിക്കാം. അമേരിക്കയിലേക്ക് പോകാൻ അച്ഛന് ബ്രൂസ്ലിക്ക് താൻ ഇത്രയും കാലം സേവ് ചെയ്ത പണവും നൽകുകയാണ്. നീ അവിടെ ചെന്ന് വലിയ ആളാവണം. നീ വലിയ ആളായാല് അത് എനിക്ക് ഇവിടെ നിന്ന് അറിയണം. വർഷം 1962. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു റെസ്റ്റോറന്റിലാണ് നമ്മുടെ ലീ ജോലി ചെയ്യുന്നത്. ആ റെസ്റ്റോറന്റിലെ എല്ലാ ജോലിക്കാരും ചൈനക്കാരാണ്. ആ റെസ്റ്റോറന്റിൽ ജോലി ചെയ്ത ഏപ്രിൽ എന്ന ചൈനീസ് യുവതിയെ അവിടുത്തെ ഷെഫിന് ഇഷ്ടമാണ്. എന്നാൽ പുള്ളിക്കാരി ഷെഫിനെ മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ ബ്രൂസ്ലിയോട് പുള്ളിക്കാരി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതൊന്നും ഈ ഷെഫിന് തീരെ പിടിക്കുന്നില്ല. ഇതാണ് മിസ് യാങ്. പുള്ളിക്കാരിയാണ് റെസ്റ്റോറന്റിലെ മാനേജർ. ഒരു ദിവസം ബ്രൂസ്ലി കോളേജിലേക്ക് ഭക്ഷണം ഡെലിവർ ചെയ്യാനായി ചെന്നു. അവിടുത്തെ സ്റ്റുഡൻസിനെ കണ്ടിട്ടും കോളേജ് അന്തരീക്ഷമൊക്കെ കണ്ടിട്ടും തനിക്കും കോളേജിൽ പഠിക്കണം എന്ന ആഗ്രഹം ബ്രൂസ്ലിക്ക് ഉണ്ടാവുകയാണ്. ഒരു ദിവസം ലീ റെസ്റ്റോറന്റിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഏപ്രിൽ ലീയുടെ അടുത്ത് വന്ന് തമാശയൊക്കെ പറയുകയാണ്. ഇത് കണ്ട ഷെഫിന് ഭയങ്കര ദേഷ്യം വരികയും അദ്ദേഹം ഉണ്ടാക്കുന്ന ഭക്ഷണം ബ്രൂസ്ലിയുടെ ദേഹത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. എന്നാൽ നമ്മൾക്കറിയാം അവരൊന്നും ബ്രൂസ്ലിയോട് മുട്ടാൻ മാത്രം വളർന്നിട്ടില്ല എന്ന്. ആ റെസ്റ്റോറന്റിലെ ഷെഫുമാരൊക്കെ ബ്രൂസ്ലിയോട് ഫൈറ്റ് ചെയ്യാനായി പോവുകയാണ്. ആ ഷെഫുമാരൊക്കെ കത്തിയും പിടിച്ചാണ് ബ്രൂസ്ലിയോട് ഫൈറ്റ് ചെയ്യാനായി ചെന്നത്. എന്നാൽ അവരെയൊക്കെ വളരെ നിസ്സാരമായി നമ്മുടെ ബ്രൂസ്ലി ഒറ്റക്ക് പരാജയപ്പെടുത്തി. അങ്ങനെ ഇടികൊണ്ട് ഷെഫുമാരൊക്കെ വയ്യാതെ പോകുന്നതായി കാണാം. ഒരു ദിവസം മാനേജർ ബ്രൂസ്ലിയെ സാലറി നൽകാനായി വിളിച്ചു. പുള്ളിക്കാരി ബ്രൂസ്ലിക്ക് സാലറിയും കൊടുത്തു. അതേപോലെ കുറച്ചധികം കാശ് കടമായിട്ടും കൊടുത്തു. അതിനുശേഷം പുള്ളിക്കാരി ബ്രൂസ്ലിയെ ഉപദേശിക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ ഈ കാശ് വെച്ച് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഹോട്ടലിലും ഷോപ്പിങ്ങിനൊക്കെ പോകാം. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇതേ റെസ്റ്റോറന്റിൽ ജോലിക്കായി വരാം. ഇതാണ് നിന്റെ ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഈ കാശ് വെച്ച് നിനക്ക് നല്ലൊരു കോളേജിൽ ചേരാം. അവിടെ ഫീസ് അടക്കാം. നിനക്ക് വിദ്യാഭ്യാസം നേടാം. വിദ്യാഭ്യാസമാണ് എല്ലാം.
എല്ലാം. അങ്ങനെ മാനേജറിന്റെ ഉപദേശം കേട്ട നമ്മുടെ ബ്രൂസ് ലീ ആ കാശുമായി നല്ലൊരു കോളേജിൽ ചേർന്നു. ഒരു ദിവസം ലീ കോളേജിലെ ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് 5 പേര് അവിടെ വന്നു. സോ നമ്മൾക്കറിയാം അമേരിക്കക്കാര് ആ കാലഘട്ടത്തിലൊക്കെ ചൈനക്കാരോട് വളരെയധികം റേസിസ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. ചൈനക്കാർക്കൊക്കെ എന്താ ഇവിടെ കാര്യം, ഇത് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയമാണ്, മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ അവന്മാര് ബ്രൂസ് ലിയോട് പറയുകയാണ്. ലീ തിരിച്ചു ചോദിക്കാണ്, അങ്ങനെ ഇന്ന സമയം ഇന്ന ആൾക്ക് എന്നൊന്നും കോളേജിലെ റൂൾ ബുക്കിലുള്ളതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവര് ബ്രൂസ് ലിയോട് പറയാണ്, നീ അധികം ആളാവാൻ നിൽക്കണ്ട, ഞങ്ങളുടെ തനി നിറം നീ അറിയും, നിന്നെ ഞങ്ങൾ ഇടിച്ച് സൂപ്പാക്കി കളയും. അപ്പോൾ അത് കേട്ടപ്പോൾ ബ്രൂസ് ലീ അവിടുന്ന് നടന്നു പോവുകയാണ്. അപ്പോൾ അവരൊക്കെ കളിയാക്കാണ്, കണ്ടോടാ അവന് പേടിച്ചിട്ട് പോയി. അപ്പോൾ ബ്രൂസ് ലീ പറയാണ്, എന്തേ എന്നെ അടിച്ച് സൂപ്പാക്കാൻ വരുന്നില്ലേ, ഞാൻ നിങ്ങളെയാണ് കാത്തു നിൽക്കുന്നത്. അങ്ങനെ ജോ എന്നവൻ ബ്രൂസ് ലീയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാനായി പോവുകയാണ്. ആദ്യമൊന്നും ബ്രൂസ് ലീ അവനെ തല്ലിയിട്ടില്ല, ജസ്റ്റ് അവന്റെ ഇടികൾ ബ്ലോക്ക് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അവന് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. അവൻ ഏകദേശം മനസ്സിലായി ഈ ചൈനക്കാരന് ആളൊരു സാധാരണക്കാരനല്ല എന്ന്. അപ്പോൾ അവനെ കൊണ്ട് തനിച്ച് ഇത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ജോയുടെ കൂട്ടുകാരും ബ്രൂസ് ലിയെ ഫൈറ്റ് ചെയ്യാനേ വന്നു. പക്ഷെ കാര്യമൊന്നുമില്ല, അവരെയൊക്കെ ബ്രൂസ് ലീ തല്ലി നിലത്തിട്ടു. അവസാനം ഒരു ഡയലോഗുമുണ്ട്, ഞാൻ ചൈനക്കാരനല്ല, ഞാൻ അമേരിക്കൻ സിറ്റിസൺ ആണ്. അങ്ങനെ അതും പറഞ്ഞു ബ്രൂസ് ലീ നടന്നു പോകുമ്പോൾ അവര് വീണ്ടും ബ്രൂസ് ലിയുടെ പിന്നാലെ ഓടി വരികയാണ്. ബ്രൂസ് ലീ ഫൈറ്റ് ചെയ്യാനായി വീണ്ടും റെഡിയായി. അയ്യോ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വന്നതല്ല, നീ ഞങ്ങളെ കൂടി നിന്റെ ഈ ജിത്സു കല പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചാണ് അവർ വന്നത്. അപ്പോൾ ബ്രൂസ് ലീ പറയാണ്, ഇത് ജിത്സു അല്ല, ഇതാണ് കുങ്ഫു. അങ്ങനെ കോളേജിൽ നിന്ന് ബ്രൂസ് ലീ അവരെയും കുങ്ഫു പഠിപ്പിക്കാനായി ആരംഭിച്ചു. ബ്രൂസ് ലീ അവരെയൊക്കെ പരിചയപ്പെട്ടത് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇപ്പോൾ അവര് സുഹൃത്തുക്കളായി. അവരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ബ്രൂസ് ലീ കുങ്ഫു പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ബ്രൂസ് ലീ അവർക്ക് കുങ്ഫു ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ബ്രൂസ് ലിയെ കാണാനായി സുന്ദരിയായ ഒരു അമേരിക്കൻ പെൺകുട്ടി വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായിക. പുള്ളിക്കാരിയുടെ പേര് ലിൻഡ എന്നാണ്. നീ ബോയ്സിനെ മാത്രമേ കുങ്ഫു പഠിപ്പിക്കൂ, എനിക്കും പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി ബ്രൂസ് ലിയെ കാണാനേ വന്നത്. അതിനെന്താ നീയും ജോയിൻ ചെയ്തു എന്ന് ലീ പറയുകയാണ്. അങ്ങനെ 4 ആണുകൾ സ്റ്റുഡൻസ് ആയിട്ടുണ്ടായ ബ്രൂസ് ലിക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടിയുമായി ടോട്ടൽ 5 പേരാണ് ബ്രൂസ് ലിയുടെ അടുത്തുനിന്ന് ഇപ്പോൾ കുങ്ഫു പഠിക്കുന്നത്. ബ്രൂസ് ലീ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു സെൽഫ് ഡിഫൻസ് ടെക്നിക്ക് കാണിക്കാനായിട്ട് ലിൻഡയെ ബ്രൂസ് ലീ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. സോ പുള്ളിക്കാരിയോട് ബ്രൂസ് ലിക്ക് ഇഷ്ടമുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ബ്രൂസ് ലിക്ക് ഫോക്കസ് ചെയ്യാനായിട്ടില്ല. പുള്ളിക്കാരി ബ്രൂസ് ലീ നിലത്തിടുകയും ചെയ്തു. ഈ സമയം ബ്രൂസ് ലീ തന്റെ ഇഷ്ടം തുറന്നു പറയുകയും ഇന്ന് രാത്രി നമുക്ക് ഒരു ഡേറ്റിന് പോയാലോ എന്നും ചോദിച്ചു. ഇതാണ് ലിൻഡയുടെ അമ്മ, വിവിയൻ എന്നാണ് പേര്. ഞാൻ കൂട്ടുകാരിയുടെ കൂടെ പുറത്തേക്ക് പോവുകയാണ് എന്ന് കള്ളം പറഞ്ഞ് ലിൻഡ ഇറങ്ങുകയാണ്. ലിൻഡയെ കൂട്ടുകാരിയാണ് കൊണ്ടാക്കാനായി വന്നത്. കാറിൽ നിന്ന് ബാക്ക് സീറ്റിലേക്ക് പോയി ലിൻഡ ഡ്രസ്സ് മാറുകയാണ്. ഈ സമയം കൂട്ടുകാരി ലിൻഡയോട് പറയാണ്, എന്നാലും ഒരു ചൈനക്കാരന്റെ കൂടെ നീ എങ്ങനെയാണ് ഡേറ്റിന് പോകുന്നത്, എനിക്കൊന്നും അത് ആലോചിക്കാനേ വയ്യ. അങ്ങനെ വളരെ മോശമായിട്ടാണ് ചൈനക്കാരെ കുറിച്ച് ലിൻഡയുടെ കൂട്ടുകാരി പറയുന്നത്. എന്നാൽ അതൊന്നും പുള്ളിക്കാരി കാര്യമാക്കുന്നില്ല. സോ ഇവിടെ ലിൻഡയെ കണ്ടപ്പോൾ തന്നെ ബ്രൂസ് ലിയുടെ മനസ്സലിഞ്ഞു. അവര് ഒരു ബാറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടേബിൾ ബുക്ക് ചെയ്യണം. അങ്ങനെ മാനേജറിന്റെ അടുത്ത് ടേബിൾ ബുക്ക് ചെയ്യാനായി ബ്രൂസ് ലീ ചെന്നു. എന്നാൽ ഒരു ചൈനക്കാരന്റെ കൂടെ അമേരിക്കൻ യുവതിയെ കണ്ടപ്പോൾ അദ്ദേഹം പുച്ഛത്തോടുള്ള ഒരു നോട്ടമാണ് നോക്കിയത്. ഇപ്പോൾ സീറ്റില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് മാനേജർ പറഞ്ഞു. അങ്ങനെ അവര് ടേബിൾ കിട്ടാനായി വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയത്ത് അവർ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ലിൻഡ ബ്രൂസ് ലിയോട് പറയാണ്, നീ നല്ലൊരു ടീച്ചറാണല്ലോ, നിനക്ക് കുങ്ഫു പഠിപ്പിക്കാൻ നന്നായിട്ട് അറിയാമല്ലോ. അമേരിക്കക്കാർക്ക് കുങ്ഫു എന്ന കലയെ കുറിച്ച് അറിയത്തില്ല, എന്തുകൊണ്ട് നിനക്ക് ഒരു കുങ്ഫു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കൂടാ? അവിടെ ഒരുപാട് പേര് നിന്റെ അടുത്തേക്ക് കുങ്ഫു പഠിക്കാനേ വരും, നിനക്ക് അത് നല്ലൊരു ബിസിനസ് ആക്കി മാറ്റാം. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ബ്രൂസ് ലീ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് ആ മാനേജർ അവർക്ക് ശേഷം വന്നവർക്കൊക്കെ ടേബിൾ കൊടുക്കുന്നുണ്ട്, എന്നാൽ അവരെ മാത്രം വിളിക്കുന്നില്ല. ഇത് മാനേജറിനോട് ബ്രൂസ് ലീ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, തനിക്ക് വേണമെങ്കിൽ താൻ ഇവിടുന്ന് ഇറങ്ങി പോയിക്കോളൂ എന്നൊക്കെ പുച്ഛത്തോടെ അദ്ദേഹം ബ്രൂസ് ലിയോട് പറയുകയാണ്. ലിൻഡയോട് വാ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ലിൻഡയെ കൂട്ടി നല്ലൊരു റെസ്റ്റോറന്റിലേക്ക് ലീ ചെല്ലുകയാണ്. അവിടെ നിന്ന് അവര് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ലീക്കാണെങ്കിൽ ലിൻഡയെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. ഒരു രാത്രി അവർ ഒരു സിനിമ കാണാൻ ഒന്നിച്ചുപോയി. അതൊരു കോമഡി ഹോളിവുഡ് സിനിമയാണ്. ആ സിനിമയിൽ ഒരു ചൈനീസ് കഥാപാത്രത്തെ വളരെയധികം മോശമായിട്ട് അഥവാ കോമാളിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ലിൻഡയും ചിരിക്കുന്നുണ്ട്. പക്ഷെ ലിൻഡ ബ്രൂസ് ലിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ബ്രൂസ് ലീ സങ്കടത്തോടെ ഇരിക്കുന്നത് പുള്ളിക്കാരി കണ്ടു. ലിൻഡ ആളാകെ എന്തോ പോലെയായി. ലിയോട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സിനിമ മുഴുവൻ കാണാതെ അവര് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തു വെച്ച് ലിൻഡയും തന്റെ ഇഷ്ടം ബ്രൂസ് ലിയോട് തുറന്നു പറയുകയാണ്. അതായത് അവര് രണ്ടുപേരും ഇപ്പോൾ ഇഷ്ടത്തിലായി. ഒരു ദിവസം ലിൻഡയെ കൂട്ടി ലീ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. പൂട്ടിപ്പോയ ഒരു ജിമ്മാണ് അത്. നമ്മൾ എന്തിനാണ് ഇവിടത്തേക്ക് വന്നത് എന്ന് ലിൻഡ ചോദിച്ചപ്പോൾ അതിന് കാരണം നീയാണ് എന്ന് ബ്രൂസ് ലീ പറയുകയാണ്. അതായത് പുള്ളിക്കാരി അന്ന് ബ്രൂസ്
ബ്രൂസ്ലിയോട് പറഞ്ഞ കാര്യം ബ്രൂസ്ലി ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാനായി പോവുകയാണ്. അതായത് കുങ്ഫു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ലീ ആരംഭിക്കാനായി പോവുകയാണ്. ഇത് കേട്ടപ്പോൾ ലിൻഡക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചപ്പോൾ ആദ്യമുണ്ടായ 5 പേര് മാത്രമാണ് ബ്രൂസ്ലിയുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ടായത്. ആ 5 പേര് പിന്നീട് 10 പേരായി, പിന്നീട് അത് 15ആയി, 20ആയി. അങ്ങനെ ലീയുടെ കുങ്ഫു ഇൻസ്റ്റിറ്റ്യൂട്ട് വളർന്നു വന്നു. കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് അവിടെ കുങ്ഫു പഠിക്കാനായി എത്തുകയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നായി പോകുന്നുണ്ട്. ഈ സമയം തന്നെ ബ്രൂസ്ലി ഒരു ബുക്ക് എഴുതാനെ ആരംഭിച്ചിട്ടുമുണ്ട്. കുങ്ഫുവിന്റെ പല ടെക്നിക്സും കാര്യങ്ങളും എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ബ്രൂസ്ലി എഴുതുന്നത്. സോ ബ്രൂസ്ലി തന്റെ കാമുകിയെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലിൻഡയും തന്റെ അമ്മയോട് ബ്രൂസ്ലിയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ലിൻഡയുടെ അമ്മയെ മീറ്റ് ചെയ്യാനായി ബ്രൂസ്ലി പുള്ളിക്കാരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സ്വാഭാവികമായിട്ടും അമേരിക്കക്കാർക്ക് തന്റെ മക്കളെ ചൈനക്കാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഒരു താല്പര്യവും ഉണ്ടാവില്ല. ഒന്നാമത് അവര് ചൈനക്കാരെ വളരെ താഴ്ന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ അമ്മ ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? എന്താണ് നിങ്ങളുടെ വരുമാന മാർഗം? അപ്പോൾ ബ്രൂസ്ലി പറയാണ്, ഞാൻ ഒരു കുങ്ഫു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അത് ഇപ്പോൾ ഒറ്റനേ ഉള്ളൂ. എന്നാൽ ഭാവിയിൽ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആരംഭിക്കും. വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഞാൻ കെട്ടിയുയർത്തും. ശരി, അതൊന്നുമല്ല എന്റെ പ്രശ്നം. നിങ്ങൾക്ക് കുട്ടികൾ വേണ്ടേ? അവര് എന്തായിരിക്കും? ചൈനീസ് ഓർ അമേരിക്കൻ? അങ്ങനെ രണ്ടുമായി ക്രോസ് ബ്രീഡായി ജനിക്കുന്ന കുട്ടികളെ രണ്ട് കൂട്ടുകാരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല, അമേരിക്കൻസും ചൈനീസും. അപ്പോൾ ബ്രൂസ്ലി പറയാണ്, ആന്റി, ഞങ്ങളുടെ കുട്ടികൾ അമേരിക്കൻസ് ആയി വളരും. ഞാൻ അമേരിക്കൻ സിറ്റിസൺ ആണ്. അപ്പോൾ അമ്മ പറയാണ്, നീ അമേരിക്കൻ സിറ്റിസൺ മാത്രമാണ്, അല്ലാതെ യഥാർത്ഥ അമേരിക്കൻ അല്ല. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ബ്രൂസ്ലി ശരിക്കും ഇൻസൾട്ടഡ് ആയി. അങ്ങനെ ബ്രൂസ്ലി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ബ്രൂസ്ലി പോയതിനു ശേഷം അമ്മ ലിൻഡയോട് പറയാണ്, മോളെ, ഇത് നിനക്ക് വേണ്ട. അവൻ ചൈനക്കാരനാണ്, അവന് പോട്ടെ. വെറും 1 മാസം കൊണ്ട് നീ അവനെ മറന്നോളും. ഇതൊന്നും വലിയ കാര്യമല്ല, നീ അത് മനസ്സിലാക്കിയെന്നൊക്കെ അമ്മ ലിൻഡയോട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ലിൻഡ ബ്രൂസ്ലിയുടെ പിന്നാലെ ഓടുകയാണ്. അങ്ങനെ ലിൻഡ അമ്മയെ വിട്ട് ബ്രൂസ്ലിയോടൊപ്പം ജീവിക്കാനായി ഇറങ്ങി വന്നു. അവർ അങ്ങനെ വിവാഹിതരായി. വർഷം 1964. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നന്നായി പോകുന്നുണ്ട്. ഒരു ദിവസം ജെറോം എന്ന ഇദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കുങ്ഫു പഠിക്കാനുള്ള ആഗ്രഹവുമായി വരികയാണ്. എനിക്ക് കുങ്ഫു പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെയുള്ള ചൈനീസ് കുങ്ഫു ടീച്ചേഴ്സ് ചൈനക്കാരെ മാത്രമേ കുങ്ഫു പഠിപ്പിക്കത്തുള്ളൂ. ഞാൻ പലതവണ അവരെ സമീപിച്ചെങ്കിലും അവർ എന്നെ അവഗണിച്ചു. അപ്പോൾ ജെറോമിനോട് ലീ പറയാണ്, ഞാൻ എന്നാൽ അങ്ങനെയല്ല. എനിക്ക് അമേരിക്കൻ എന്നോ ചൈനീസ് എന്നോ ഇല്ല. ഞാൻ എല്ലാവരെയും കുങ്ഫു പഠിപ്പിക്കും. വെൽക്കം മിസ്റ്റർ ജെറോം, ഞാനാണ് നിന്റെ പുതിയ കുങ്ഫു ടീച്ചർ ബ്രൂസ്ലി. അങ്ങനെ ജെറോമിനും ബ്രൂസ്ലി ട്രെയിൻ ചെയ്യാനേ ആരംഭിച്ചു. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളർന്നുകൊണ്ടേ നിന്നു. ഒരു ദിവസം ഒരു ബാറിലേക്ക് അമേരിക്കയിലെ ചൈനീസ് കുങ്ഫു ടീച്ചേഴ്സ് ബ്രൂസ്ലിയെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവര് ബ്രൂസ്ലിയെ വാൺ ചെയ്തു. അതായത്, നീ ഈ ചെയ്യുന്നത് തെറ്റാണ്. കുങ്ഫു എന്നത് നമ്മൾ ചൈനക്കാരുടെ കൾച്ചറാണ്, അത് അമേരിക്കക്കാരെ പഠിപ്പിക്കാനുള്ളതല്ല. അപ്പോൾ ബ്രൂസ്ലി പറയാണ്, അമേരിക്കക്കാരെയും നമ്മളുടെ കൾച്ചർ പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? അവരും പഠിക്കട്ടെ നമ്മുടെ കൾച്ചറിന്റെ ഭംഗി. നീ ഞങ്ങളെ എതിർത്ത് മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ നീ ഞങ്ങളുമായി ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിക്കോളൂ എന്ന് അവര് ബ്രൂസ്ലിയോട് പറയുകയാണ്. ഞാൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് എന്നും ബ്രൂസ്ലി പറഞ്ഞു. അപ്പോൾ ഈ പ്രശ്നത്തെ കുറിച്ചൊന്നും ബ്രൂസ്ലി ഭാര്യയോട് പറഞ്ഞിട്ടില്ല. നീ എന്താ സങ്കടത്തോടെ ഇരിക്കുന്നു എന്നൊക്കെ പുള്ളിക്കാരി ചോദിച്ചപ്പോൾ, ഒന്നുമില്ല, ചെറിയ തലവേദന എന്നൊക്കെ ലിൻഡയോട് ലീ കള്ളം പറയുകയാണ്. അപ്പോൾ ഇന്നാണ് ബ്രൂസ്ലിയുടെ ഫൈറ്റ്. ജോണി സൺ എന്ന കുങ്ഫു ഫൈറ്ററുമായിട്ടാണ് ബ്രൂസ്ലി ഫൈറ്റ് ചെയ്യാനായി പോകുന്നത്. ജെറോം ജോണിയെ കുറിച്ച് ലീയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ സാധാരണക്കാരനല്ല, അപകടകാരിയാണ് എന്നൊക്കെയാണ് ജെറോം പറയുന്നത്. അവൻ ആരായാലും അവനെ ഞാൻ പരാജയപ്പെടുത്തുമെന്നും ജെറോമിനോട് ബ്രൂസ്ലി പറഞ്ഞു. അപ്പോൾ ഇവനാണ് ജോണി സൺ. ഇവനുമായിട്ടാണ് ബ്രൂസ്ലി ഫൈറ്റ് ചെയ്യാനായി പോകുന്നത്. അവന്റെ കൂടെയുള്ളത് അവന്റെ സഹോദരന് ലൂക്ക് സൺ എന്ന മറ്റൊരു ഫൈറ്റർ ആണ്. അങ്ങനെ അവരുടെ ഫൈറ്റ് ആരംഭിച്ചു. ഇനി ഈ അടിപൊളി ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും സമാസമമായിട്ടുള്ള ഫൈറ്റ് ആണ്. എന്നാൽ അവസാനം ബ്രൂസ്ലി അവനെ ഇടിച്ചിടിച്ച് നിലത്തിട്ടു. ജോണി എന്ന ഫൈറ്റർ പരാജയം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഫൈറ്റിന് ബ്രൂസ്ലി വിജയിച്ചു. എന്നിട്ട് ജഡ്ജസിനോട് ബ്രൂസ്ലി പറയാണ്, ഞാൻ ആരെ പഠിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ കുങ്ഫു പഠിപ്പിക്കും. അതും പറഞ്ഞ് ബ്രൂസ്ലി നടന്നു പോവുകയാണ്. എന്നാൽ ഈ സമയം ജോണി ഒരു ചതി കാണിച്ചു. അവൻ പരാജയം സമ്മതിച്ചതാണ്. എന്നാൽ ബ്രൂസ്ലി നടന്നു പോകുമ്പോൾ അവൻ ബ്രൂസ്ലിയുടെ പിന്നാലെ ഓടി വന്ന് ബ്രൂസ്ലിയുടെ നടുപ്പുറത്ത് തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള കിക്ക് ചെയ്യുകയാണ്. ബ്രൂസ്ലി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി. ആശുപത്രിയിൽ നിന്നാണ് ലിൻഡ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഇവിടെ ലിൻഡയുടെ ഡോക്ടർ സങ്കടകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത്, താങ്കളുടെ ഭർത്താവ് ഇനി ഒരിക്കലും എഴുന്നേറ്റ്
നടക്കത്തില്ല എന്ന്. ലിൻഡ ബ്രൂസ്ലിയെ കാണണേ ചെന്നു. ലിൻഡ സങ്കടത്തോടെ ബ്രൂസ്ലിയോട് ചോദിക്കാണ്, നീ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് മറച്ചു വെച്ചത്? നീ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞതല്ലേ, പിന്നെ എന്തിന് ഇത് മാത്രം നീ എന്നോട് മറച്ചു വെച്ചു? അപ്പോൾ ബ്രൂസ്ലി എല്ലാം നഷ്ടപ്പെട്ട പോലെയാണ് കിടക്കുന്നത്. കാരണം ഇനി നടക്കാനാവത്തില്ല, ഫൈറ്റ് ചെയ്യാനും പറ്റത്തില്ല. തന്റെ സ്വപ്നം, തന്റെ കരിയർ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ദേഷ്യത്തിലും സങ്കടത്തിലും ബ്രൂസ്ലി ലിൻഡയുടെ ദേഷ്യത്തിൽ പറയാണ്, നീ ഇനി എന്നോട് മിണ്ടരുത്. ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല. നീ പോ, തിരിച്ചു നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോ എന്നൊക്കെ ലിൻഡയോട് ബ്രൂസ്ലി ദേഷ്യത്തോടെ പറയുകയാണ്. അത് കേട്ട് ലിൻഡ ഹോസ്പിറ്റലിൽ നിന്നും സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ് ഇറങ്ങി പോകുന്നതായി കാണാം. എന്നാൽ ലിൻഡ ബ്രൂസ്ലിയെ ഈ അവസ്ഥയിൽ വിട്ടുപോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ബ്രൂസ്ലി ഒരു ബുക്ക് എഴുതാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്രൂസ്ലി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ആ ബുക്കുമായിട്ടാണ് ലിൻഡ വന്നത്. ഒന്നും ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. എന്ത് വന്നാലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല. നീ പരാജയപ്പെട്ടിട്ടില്ല. ഈ ബുക്ക് നീ പൂർത്തീകരിക്കണം. ഞാൻ നിനക്ക് വേണ്ടി ഇത് എഴുതാം. അതേപോലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ലിൻഡ പറയുകയാണ്. അതായത് ഞാൻ ഗർഭിണിയാണ് എന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കുമ്പോൾ ബുക്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് ബ്രൂസ്ലി ലിൻഡക്ക് പറഞ്ഞു കൊടുക്കും. അതൊക്കെ ലിൻഡ എഴുതുകയാണ്. സോ ഇവിടെ ബ്രൂസ്ലി വീൽ ചെയറിൽ സന്തോഷത്തോടെ അതേ ഹോസ്പിറ്റലിൽ വന്നതായി കാണാം. അതായത് ഭാര്യ ലിൻഡ പ്രസവിച്ചു. അവർക്ക് ഒരു ആൺകുട്ടിയാണ് പിറന്നത്. ബ്രാൻഡൻ എന്ന് അവർ മകന് പേരിട്ടു. ഒരു ദിവസം ലിൻഡ സന്തോഷത്തോടെ ലിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. പുള്ളിക്കാരുടെ കയ്യിൽ ഒരു പാക്കേജുമുണ്ട്. ആ പാക്കേജ് ലീക്ക് കൊടുത്തിട്ട് ഇത് തുറക്കെന്ന് പറയുകയാണ്. അപ്പോൾ ബ്രൂസ്ലി അത് തുറന്നു നോക്കിയപ്പോൾ അത് ബ്രൂസ്ലിയുടെ ബുക്കാണ്. ലിൻഡ ബ്രൂസ്ലിയുടെ ബുക്ക് പബ്ലിഷ് ചെയ്തു. ബ്രൂസ്ലിയുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഈ സമയത്ത് അവിടെ ആരോ ബെല്ലടിക്കുകയാണ്. ലിൻഡ തുറന്നു നോക്കിയപ്പോൾ അത് വേറെ ആരുമല്ല, ലിൻഡയുടെ അമ്മയാണ്. ലിൻഡ അമ്മയെ കണ്ടപ്പോൾ ഷോക്കായി. പക്ഷെ അമ്മ അന്ന് ബ്രൂസ്ലിയെ ഇൻസൾട്ട് ചെയ്തതൊന്നും തന്നെ ലിൻഡ മറന്നിട്ടില്ല. അമ്മ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അമ്മ പോയിക്കോളൂ എന്നൊക്കെ ലിൻഡ പറഞ്ഞപ്പോൾ ബ്രൂസ്ലി അകത്തുനിന്ന് അമ്മയോട് അകത്തേക്ക് വരണേ പറയുകയാണ്. ഞങ്ങളുടെ കുട്ടി അമ്മക്ക് കാണണ്ടേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ അമ്മ അവരുടെ കുട്ടിയെ കണ്ടപ്പോൾ ശരിക്കും സന്തോഷിച്ചു. ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ അമ്മയുമായിട്ടുള്ള അവരുടെ പ്രശ്നം സോൾവ് ആയി. ഇനി നമ്മുടെ ബ്രൂസ്ലിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സ് എല്ലാവരും ഒരേപോലെ പറഞ്ഞ കാര്യമാണ്, ബ്രൂസ്ലി ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന്. എന്നാൽ ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ ബ്രൂസ്ലിയാണ്. അതൊക്കെ തെറ്റിച്ചുകൊണ്ട് കഠിനമായി വർക്കൗട്ട് ഒക്കെ ചെയ്ത് ആള് വീണ്ടും നടക്കാനായി ആരംഭിച്ചു. നടക്കാൻ ആരംഭിച്ചതിനു ശേഷം ബ്രൂസ്ലി ഒരു ഇവന്റ് നടത്തി. ആ ഇവന്റിൽ ഒരുപാട് കുങ്ഫു ഫൈറ്റേഴ്സ് ആണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബ്രൂസ്ലി മാർഷൽ ആർട്സിലെ പുരാതനമായി നിലനിൽക്കുന്ന പല നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. പുതിയ നിയമങ്ങൾ അഥവാ ബ്രൂസ്ലി തന്നെ കണ്ടെത്തിയ പുതിയ മാർഷൽ ആർട്സ് റൂൾസ് ഒക്കെ അവിടെ പ്രസന്റ് ചെയ്യുകയാണ്. എന്നാൽ ബ്രൂസ്ലി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കാണികൾ എതിരായിരുന്നു. അവർ എല്ലാവരും ഒരേപോലെ ബ്രൂസ്ലിയോട് പ്രൂവ് ചെയ്യാനായി പറയുകയാണ്. വെറുതെ ഡയലോഗ് അടിച്ചാൽ മാത്രം പോരല്ലോ, അത് പ്രൂവ് ചെയ്യണമല്ലോ. അങ്ങനെ ബ്രൂസ്ലി പറയാണ്, ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. നിങ്ങളിൽ ഏതെങ്കിലും ഒരാള് എന്നോട് ഫൈറ്റ് ചെയ്യും, ഞാൻ അവന് 60 സെക്കൻഡിനുള്ളിലായിട്ട് പരാജയപ്പെടുത്തി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഒരുത്തിന് ഒച്ചത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. അത് വേറെ ആരുമല്ല, ബ്രൂസ്ലിയെ വീൽ ചെയറിലാക്കിയ ജോണി സൺ എന്ന ഫൈറ്റർ ആണ്. ഒപ്പം അവന്റെ സഹോദരൻ ലൂക്കുമുണ്ട്. ജോണി കാണികളോട് പറയാണ്, ഇവനെ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിയും, ഒരിക്കൽ ഞാൻ ഇവനെ പരാജയപ്പെടുത്തിയതുമാണ്. ജെറോമിനോട് ലിൻഡ ചോദിക്കാണ്, ആരാണ് അവൻ? അവനാണോ ബ്രൂസ്ലി ആശുപത്രിയിലാക്കിയത്? അപ്പോൾ ജെറോമ് പുള്ളിക്കാരോട് ഒന്നും പറയാതെ ഇരിക്കുകയാണ്. ലിൻഡ ബ്രൂസ്ലിയുടെ അടുത്തേക്ക് ചെന്ന്, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഡോക്ടർ ഇനി ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ ബ്രൂസ്ലി പറയാണ്, അതേ ഡോക്ടർ തന്നെയാണ് ഞാൻ ഒരിക്കലും നടക്കത്തില്ല എന്നും പറഞ്ഞത്. അപ്പോൾ ലിയോയുടെ ദേഷ്യം പിടിച്ച് ലിൻഡ അവിടുന്ന് ചെല്ലുമ്പോൾ ഭാര്യയുള്ള സ്നേഹം കൊണ്ട് ബ്രൂസ്ലി ഫൈറ്റ് വേണ്ടെന്ന് വെക്കും എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. പുള്ളിക്കാരോട് ബ്രൂസ്ലി തമാശ രീതിയിൽ പറയാണ്, മോളെ അധികം ദൂരെ ഒന്നും പോകല്ലേ, ഈ ഫൈറ്റ് 1 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. അത് കേട്ടപ്പോൾ ലിൻഡക്ക് കൂടുതൽ ദേഷ്യം വന്നു. പുള്ളിക്കാരി ഇറങ്ങിപ്പോയി. സോ ഇവിടെ ഫൈറ്റ് ചെയ്യാനായി രണ്ടുപേരും റെഡിയായി ഫേസ് ടു ഫേസ് നിന്നു. ഈ സമയത്ത് ലിൻഡ അവിടെ വന്നതായി കാണാം. പുള്ളിക്കാരിക്ക് നല്ല ഭയമുണ്ട്, ബ്രൂസ്ലിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ആലോചിച്ചിട്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ നടക്കുന്ന ഈ വാശിയേറിയ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ 30 സെക്കൻഡ് അവര് രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ലെവൽ ആയിരുന്നു. അതേപോലെ 30ാമത്തെ സെക്കൻഡിൽ ജോണി അന്ന് ബ്രൂസ്ലിയെ കിക്ക് ചെയ്തതുപോലെ വീണ്ടും നടുപ്പുറത്ത് കിക്ക് ചെയ്യുകയാണ്. പക്ഷെ ബ്രൂസ്ലി എഴുന്നേറ്റ് വന്നു. പിന്നീടുള്ള അവസാന 30 സെക്കൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൂസ്ലി ജോണി അടിച്ച് പപ്പടമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ 60ാമത്തെ സെക്കൻഡ് ആവാനായപ്പോൾ ബ്രൂസ്ലി അവനെ ചവിട്ടി സ്റ്റേജിൽ നിന്ന് പുറത്തെത്തിച്ചു. അങ്ങനെ ബ്രൂസ്ലി ചലഞ്ച് ചെയ്തതുപോലെ 60 സെക്കൻഡിൽ അവനെ പരാജയപ്പെടുത്തി. എല്ലാവരും ബ്രൂസ്ലി ബ്രൂസ്ലി എന്ന് ചാൻഡ് ചെയ്യുകയാണ്. ഈ ഫൈറ്റ് കാണാനെത്തിയ ഒരാളായിരുന്നു മിസ്റ്റർ ബിൽ ക്രൈഗർ. അദ്ദേഹം ബ്രൂസ്ലിയെ കാണാൻ ചെന്നു. അദ്ദേഹം ഒരു അമേരിക്കൻ TV പ്രൊഡ്യൂസർ ആണ്. ദ ഗ്രീൻ ഹോർനെറ്റ് എന്ന ഒരു TV സീരീസ് അവര് ചെയ്യുന്നുണ്ട്. അതിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് മിസ്റ്റർ ബിൽ ബ്രൂസ്ലിയെ കാണാൻ വന്നത്. അപ്പോൾ ഇതായിരുന്നു ബ്രൂസ്ലിയുടെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ്. വർഷം 1966
മുതലാണ് ദ ഗ്രീൻ ഹോർണറ്റ് എന്ന TV സീരീസിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസർ ബ്രൂസ്ലിക്ക് സീന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കാറ്റോ എന്ന പേരുള്ള കഥാപാത്രമാണ് ബ്രൂസ്ലി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ആ സീൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഷോക്കായി പോയി. കാരണം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരമായിട്ടാണ് ബ്രൂസ്ലി ആ സ്റ്റണ്ട് സീനിൽ അഭിനയിച്ചത്. എല്ലാവരും അത്ഭുതപ്പെട്ടു. ദ ഗ്രീൻ ഹോർണറ്റ് എന്ന സീരീസിൽ ബ്രൂസ്ലി പ്രധാന കഥാപാത്രം ഒന്നുമല്ല ചെയ്യുന്നത്, ഒരു സപ്പോർട്ടിംഗ് റോളാണ്. എന്നാൽ പ്രൊഡ്യൂസറും മറ്റൊരു സീരീസ് ചെയ്യാനായി ഒരുങ്ങുകയാണ്. കുങ്ഫു എന്നാണ് ആ സീരീസിന്റെ പേര്. അതിൽ ബ്രൂസ്ലി ആയിരിക്കും പ്രധാന വേഷം ചെയ്യാനായി പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പ്രൊഡ്യൂസർ ബ്രൂസ്ലിയോട് പറയുന്നത്. അതൊക്കെ കേട്ട് ബ്രൂസ്ലിക്ക് ശരിക്കും സന്തോഷമായി. മാത്രമല്ല ആ ഷോ എങ്ങനെയായിരിക്കണം എന്നതിന്റെ പല ഐഡിയാസ് ബ്രൂസ്ലി തന്നെയാണ് പ്രൊഡ്യൂസറിന് പറഞ്ഞു കൊടുക്കുന്നതും. ഒരു ദിവസം പ്രൊഡ്യൂസർ ദ ഗ്രീൻ ഹോർണറ്റ് എന്ന സീരീസിലെ എല്ലാവർക്കുമായി ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഘടിപ്പിച്ചു. അവിടെ ബ്രൂസ്ലിയും ഭാര്യ ലിൻഡയും എത്തി. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ ഡാൻസ് കളിക്കുമ്പോഴാണ് ഭാര്യ ബ്രൂസ്ലിയോട് ഒരു സന്തോഷ വാർത്ത പറഞ്ഞത്. അതായത് പുള്ളിക്കാരി രണ്ടാമതും ഗർഭിണിയാണ്. അത് കേട്ടപ്പോൾ ബ്രൂസ്ലിക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ അവിടെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ പ്രൊഡ്യൂസർ അവരോട് എല്ലാവരോടും ഒരു ബാഡ് ന്യൂസ് പറയുകയാണ്. ദ ഗ്രീൻ ഹോർണറ്റ് എന്ന TV സീരീസ് നിർത്താനായി പോവുകയാണ്. റേറ്റിംഗ് കുറഞ്ഞതാണ് കാരണം. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും ആഘോഷിക്കുന്നത് നിർത്തി. എന്നാൽ ഭാര്യയോട് ബ്രൂസ്ലി പറയാണ്, സങ്കടപ്പെടേണ്ട, ഞാനും പ്രൊഡ്യൂസറും കുങ്ഫു TV സീരീസ് ചെയ്യാനായി പോകുന്നുണ്ട്. അതിൽ ഞാനാണ് മെയിൻ റോൾ ചെയ്യുന്നത്. അതിൽ ഞാൻ തകർക്കും. അങ്ങനെ അവര് രണ്ടുപേരും മാത്രം ആഘോഷിക്കുകയാണ്. പക്ഷെ കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സാഡ് ന്യൂസ് ആണ് ബ്രൂസ്ലിയെ തേടിയെത്തിയത്. ബ്രൂസ്ലി ചെയ്യാൻ ഒരുങ്ങിയ കുങ്ഫു എന്ന TV സീരീസ് ബ്രൂസ്ലിയെ റിജക്ട് ചെയ്തു. കാരണം ഒരു അമേരിക്കൻ സീരീസിൽ ചൈനക്കാരൻ പ്രധാന വേഷത്തിലെത്തിയാൽ ജനങ്ങൾ അത് സ്വീകരിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ബ്രൂസ്ലിക്ക് പകരം ഡേവിഡ് എന്ന അമേരിക്കൻ ആക്ടറാണ് അഭിനയിച്ചത്. ബ്രൂസ്ലിയും ഭാര്യയും ആ സീരീസ് കാണുകയാണ്. അങ്ങനെ സങ്കടത്തോടെ തനിക്ക് നഷ്ടപ്പെട്ട ആ TV സീരീസ് കാണുമ്പോഴാണ് ബ്രൂസ്ലിക്ക് ഒരു ഫോൺ കോൾ വന്നത്. ഹോങ്കോങ്ങിൽ നിന്നായിരുന്നു കോൾ വന്നത്. ആൻഡ് അതും ഒരു സാഡ് ന്യൂസ് തന്നെയാണ്. വേറൊന്നുമല്ല, ബ്രൂസ്ലിയുടെ പ്രിയപ്പെട്ട അച്ഛൻ മരണപ്പെട്ടു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബ്രൂസ്ലി അമേരിക്കയിൽ നിന്ന് തിരിച്ചു തന്നെ സ്വന്തം നാട്ടിലേക്ക് എത്തുകയാണ് അച്ഛന്റെ സംസ്കരണ ചടങ്ങുകൾക്കായി. ബ്രൂസ്ലിയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സങ്കടകരമായ ദിവസമായിരുന്നു അത്. അങ്ങനെ ബ്രൂസ്ലി തിരിച്ച് അമേരിക്കയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ബ്രൂസ്ലിയെ കാണാനായി ചൈനയിലെ ഒരു TV പ്രൊഡ്യൂസർ പിന്നാലെ ഓടി വരികയാണ്. അദ്ദേഹം പറയാണ്, നിങ്ങൾ അഭിനയിച്ച ദ ഗ്രീൻ ഹോർണറ്റ് എന്ന സീരീസിലെ നിങ്ങളെ കെട്ടോ എന്ന കഥാപാത്രത്തിനും ഇവിടെ ഒരുപാട് ആരാധകരുണ്ട്. അതുകൊണ്ട് നിങ്ങളെ നായകനാക്കി ഒരു സിനിമ എടുക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അത് ഉറപ്പായും വിജയമായിരിക്കും. സിനിമയുടെ പേര് ദ ബിഗ് ബോസ് എന്നാണ്. അങ്ങനെ ബ്രൂസ്ലി അമേരിക്കയിലേക്ക് തിരിച്ചു പോകാതെ നാട്ടിൽ തന്നെ നിൽക്കുകയാണ് ദ ബിഗ് ബോസ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. വർഷം 1970. ദ ബിഗ് ബോസ് എന്ന സിനിമയുടെ അവസാനത്തെ ഷൂട്ടിംഗ് ദിവസമാണ് ഇന്ന്. തായ്ലൻഡിൽ വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അങ്ങനെ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിലേക്ക് ബ്രൂസ്ലി അന്ന് പരാജയപ്പെടുത്തിയ ജോണി സണ്ണിന്റെ സഹോദരൻ ലൂക്ക് എത്തുകയാണ് പ്രതികാരം ചെയ്യാൻ വേണ്ടി. അവൻ പറയാണ്, നീ എന്റെ സഹോദരനെ പരാജയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ഇതുവരെ എഴുന്നേറ്റ് നടന്നിട്ടില്ല. നീ കാരണം എന്റെ സഹോദരന് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ നാണക്കേടുണ്ടായി. അതിന് പകരം ചോദിക്കാനാണ് ഞാൻ ഇവിടെ നിന്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ലൂക്ക് ബ്രൂസ്ലിയുമായി ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റ് ചെയ്യുമ്പോൾ ലൂക്ക് പല തവണയായിട്ട് ബ്രൂസ്ലിയെ കൊല്ലാനായി ശ്രമിച്ചെങ്കിലും എല്ലാം പാളിപ്പോയി. അതേപോലെ അവസാനം ബ്രൂസ്ലി അവനെയും അവന്റെ സഹോദരനെ പരാജയപ്പെടുത്തിയതുപോലെ പരാജയപ്പെടുത്തി. സോ ഗൈസ്, ഇവിടെ നമ്മുടെ ബ്രൂസ്ലിയുടെ രണ്ടു മക്കളും വളർന്നു വലുതായതായി കാണാം. ബ്രാൻഡനും രണ്ടാമത്തത് പെൺകുട്ടിയാണ്. പേര് ഷാനൻ എന്നാണ്. വർഷം 1971. ബ്രൂസ്ലി പ്രധാന കഥാപാത്രമായി എത്തുന്ന ദ ബിഗ് ബോസ് എന്ന സിനിമ ഇന്നാണ് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നത്. സോ റിലീസായ ദിവസം ആൾക്കൂട്ടത്തിൽ തിയേറ്ററിൽ സിനിമ കാണാനായി ബ്രൂസ്ലിയും ഭാര്യ ലിൻഡയും എത്തിയിട്ടുണ്ട്. സിനിമ അവസാനിച്ചു. ആരും അനങ്ങുന്നില്ല. അപ്പോൾ ബ്രൂസ്ലിക്ക് മനസ്സിലായി സിനിമ പരാജയമാണ് എന്ന്. ജനങ്ങൾ ഇത് അംഗീകരിച്ചിട്ടില്ല. ഭാര്യയുടെ കൈയും പിടിച്ച് വാ നമുക്ക് വേഗം പോകാമെന്ന് ബ്രൂസ്ലി പറയുകയാണ്. എന്നാൽ അവര് പോകുന്ന സമയത്ത് ആ തിയേറ്ററിലെ എല്ലാവരും കൈയടിക്കുകയാണ്. അതായത് എല്ലാവർക്കും ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ ലൈറ്റ്സ് ഓൺ ആയ സമയത്താണ് അവരെല്ലാവരും ബ്രൂസ്ലിയെ കാണുന്നത്. എല്ലാവരും അതിശയപ്പെട്ടു. അങ്ങനെ എല്ലാവരും ബ്രൂസ്ലിയെ പൊക്കി പിടിച്ച് അഭിനന്ദിക്കുകയാണ്. ദ ബിഗ് ബോസ് എന്ന ഒരൊറ്റ സിനിമ കൊണ്ടാണ് ബ്രൂസ്ലി ഏഷ്യയിൽ ഒട്ടാകെ ഫേമസ് ആയത്. ആ സിനിമക്ക് ശേഷം യുവാക്കളൊക്കെ ബ്രൂസ്ലിയെ പോലെ ആവാൻ വേണ്ടി കുങ്ഫു പഠിക്കാനായിട്ടൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ബ്രൂസ്ലി വെറും ഒരു സിനിമാ നടൻ മാത്രമല്ലായിരുന്നു, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയായി മാറി. അതിനുശേഷം വർഷം 1972
2002 തന്നെ 3 സിനിമകളിലാണ് ബ്രൂസ്ലി അഭിനയിച്ചത്. അങ്ങനെ ബ്രൂസ്ലി ചൈനയിലെ ഒരു സക്സസ്ഫുൾ ആക്ടർ ആയപ്പോൾ ബ്രൂസ്ലിയെ കാണാനായി അമേരിക്കൻ TV പ്രൊഡ്യൂസറായ മിസ്റ്റർ ബിൽ വീണ്ടും വന്നു. ഹോളിവുഡ് സിനിമയിലേക്ക് അവസാനം വാഗ്ദാനം ചെയ്ത് എൻഡർ ദി ഡ്രാഗൺ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരമാണ് ഇത്. എന്നാൽ ബ്രൂസ്ലി ചൈനയിൽ വലിയ ഒരു സ്റ്റാർ ആണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ ബ്രൂസ്ലിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഭാര്യ ബ്രൂസ്ലിയോട് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഫൈനലി ബ്രൂസ്ലി എൻഡർ ദി ഡ്രാഗൺ എന്ന ഹോളിവുഡ് സിനിമ അഭിനയിക്കാനായി അമേരിക്കയിലേക്ക് തിരിച്ചെത്തി. ആ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു. എന്നാൽ എൻഡർ ദി ഡ്രാഗൺ എന്ന സിനിമ റിലീസ് ആവുന്നതിന്റെ 3 ആഴ്ചകൾക്ക് മുൻപ് ബ്രൂസ്ലി കോമയിലാവുകയും മരണപ്പെടുകയും ചെയ്തു. 32 വയസ്സ് പ്രായമായിരുന്നു. ബ്രൂസ്ലിയുടെ മരണത്തിന് ശേഷമാണ് ബ്രൂസ്ലി നായകനായി എത്തുന്ന എൻഡർ ദി ഡ്രാഗൺ എന്ന ഹോളിവുഡ് സിനിമ റിലീസ് ആവുന്നത്. ആ സിനിമ വമ്പൻ ഹിറ്റായിരുന്നു. ലോകമെമ്പാടും ബ്രൂസ്ലി അറിയപ്പെട്ടു. 25,000-ലധികം ആൾക്കാരാണ് ബ്രൂസ്ലിയുടെ സംസ്കാര ചടങ്ങിനെത്തിയത്. എവിടെയാണ് കഥ അവസാനിക്കുന്നത്? എന്നാൽ മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഡ്രാഗൺ ദ ബ്രൂസ്ലി സ്റ്റോറി എന്ന ഈ സിനിമ റിലീസ് ആയത് വർഷം 1993-ലാണ്. അതേ വർഷം തന്നെയാണ് ബ്രൂസ്ലിയുടെ മകൻ ബ്രാൻഡൻ ബ്രൂസ്ലിയും മരണപ്പെട്ടത്. 28 വയസ്സായിരുന്നു.